ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടിലൂടെ ഒരു നൈറ്റ് ഡ്രൈവാണ്. വാൽപ്പാറ ടു അതിരപ്പള്ളി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വാൽപ്പാറ മൊത്തം കോടയിൽ മുങ്ങി നിൽക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ നല്ല പച്ചപ്പും, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിപ്പുലി കാണാറുള്ളത്. പുള്ളിപ്പുലി മാത്രമല്ല, ആനയും കാട്ടിയൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇടയ്ക്ക്. കോട കാണാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ കിട്ടിയ കാഴ്ചയാണ് കേട്ടോ. അങ്ങ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നല്ലൊരു മയിൽ പീലി വിരിച്ച് ഡാൻസ് ചെയ്യാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേക്കും 6 മണി ആവാറായിട്ടോ. വഴിയൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങി. കയറിയപ്പോൾ ആദ്യം കിട്ടിയതൊരു മ്ലാവിനായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കിട്ടിയ സൈറ്റിങ്സ് കിടിലനായിരുന്നു കേട്ടോ. എടുത്തോ, അവരുടെ മുമ്പിൽ ആന പോയി തോന്നുന്നുണ്ട്. അവിടെ സൈഡില് അത് കൊമ്പനാട്ടൊന്നും ആദ്യം ആ വണ്ടി പോട്ടെ, എന്നിട്ട് ഞാൻ പോയാൽ മതി. പിന്നീട് ആ വണ്ടി പോയിട്ട് എടുത്തോ, കിട്ടാ മറ്റേ ഫ്രണ്ടിലത്തെ കാറ് പോയാ അപ്പോൾ എടുത്തോ, കിട്ടി. എനങ്ങണ്ട കഴിക്കണ പോകണമെന്നില്ല. കുട്ടിക്കൊമ്പൻ്റെ കുസൃതികളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ദാ കുറച്ച് മുമ്പിലായിട്ട് വീണ്ടും ഒരു ആനക്കൂട്ടം. അവർ 2 സൈഡിലും ആനകളുണ്ടായിരുന്നു. പിന്നെ ഒരാൾ കയറി നടുക്ക് നിന്നു.
അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ നമുക്ക് സൈഡ് തന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോന്നു. ഇതുപോലെ ഫോറസ്റ്റ് റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വഴിയിൽ ആന നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കരുത്. പിന്നെ പ്രത്യേകിച്ച് 2 സൈഡിലൊക്കെ ആനകളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് വണ്ടി എടുക്കരുത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് സൈഡ് തരും, നമ്മൾ പ്രശ്നക്കാരൊന്നും അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പം നമുക്ക് സേഫായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മൾ കാട്ടിൽ മൃഗങ്ങൾക്കിടയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്നിലധികം വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു വണ്ടികളിൽ നിന്ന് നമ്മൾ സേഫായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏതെങ്കിലും ആനിമൽസ് ചാർജ് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ സേഫായിട്ടൊരു ഡിസ്റ്റൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഞാൻ ഈ റൂട്ടിൽ ഒരുപാട് തവണ രാത്രിയും പകലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ കണ്ടത്രയും അധികം ആനകളെ ഇതുവരെ ഈ റൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മഴയായതുകൊണ്ടാണോന്നറിയില്ല, ഒരു 8ലധികം സ്ഥലത്ത് ഇന്ന് ആനകളുണ്ടായിരുന്നു. അതും കൂട്ടത്തോടെയായിരുന്നു എല്ലാ സ്ഥലത്തും നിന്നുണ്ടായിരുന്നത്. അതിൽ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പുളിയിലപ്പാറ ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും അവിടെ നാട്ടുകാരോടൊക്കെ ഇണങ്ങിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആ മ്ലാവിനെ കണ്ടു കേട്ടോ. മാറ്റല്ലേ എന്താണ് ചേട്ടാ? വണ്ടിയിലൊന്നുമില്ല, കൊടുക്കാൻ പാടില്ല. എന്താ കുട്ട, എന്താ പോനെ? ആ മ്ലാവ് റോഡിൻ്റെ നടുക്ക് നിന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി നിർത്തേണ്ടി വന്നു കേട്ടോ. നാട്ടുകാരോടൊക്കെ ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് തന്നെ അതിന് വണ്ടിയും ആൾക്കാരും ഒന്നും ഒരു പേടിയില്ല കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ അത് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് തലയിട്ടു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അവിടുത്തെ നാട്ടുകാരും വരുന്നവരും പോകുന്നവരും ഒക്കെ അതിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താണ് അത് ഇങ്ങനെയായി മാറിയത്. നാട്ടുകാർ അതിനെ തൊടുന്നും തലോടുന്നും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെയൊന്നും കാട്ടുമൃഗങ്ങളോട് ബിഹേവ് ചെയ്യാൻ പാടില്ല. അതതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാനുള്ള കഴിവിനെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഒരുപാട് മൃഗങ്ങളുള്ള കാടാണെങ്കിലും പകൽ സമയങ്ങളിലൊക്കെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ കിട്ടാറില്ല കേട്ടോ. പിന്നെയും കാണാൻ കിട്ടാറുള്ളത് ആനക്കൂട്ടങ്ങളെയാണ്. ഇതുപോലെ കാട്ടികളെയൊക്കെ പകൽ ഭയങ്കര റെയറായിട്ടാണ് കേട്ടോ കാണാറ്. ഈറ്റക്കാടുകൾ ഒരുപാടുള്ളൊരു കാടായതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ആനകളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ് കേട്ടോ. ഒരുപാട് വളവും തിരിവും ഉള്ള നല്ല തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആനകൾ സൈഡിൽ എവിടെയെങ്കിലും കയറി നിന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ വഴിയിൽ കാണുന്ന മൃഗങ്ങളെ പ്രൊവോക്ക് ചെയ്യാതെ അവരെ ശല്യം ചെയ്യാതെ പോവാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ റൂട്ടിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല കേട്ടോ. ആനമല ടൈഗർ റിസർവിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. എന്നാൽ പിന്നെ വരയാടുകളെയൊക്കെ കണ്ട് പോയേക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാൽപ്പാറ വഴിയും കയറിയതാണ്. അപ്പോൾ അതാ നോക്കിയപ്പോൾ ഈ റൂട്ടിൽ നിറച്ച ആനകൾ. പിന്നെ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാതെ പോവുക? അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.